അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് സംസാരിക്കാമെന്നുള്ളത്. നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സിങ് വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലൊരു ട്രൈപോഡ് വാങ്ങി. ആ ട്രൈപോഡിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ട്രൈപോഡിന്റെ പേര് ട്രൈപോഡ് 3110. ഇതാണ് ട്രൈപോഡിന്റെ പേര്. എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ 3-way ഹെഡ് ബിൽറ്റ് ഇൻ ലെവൽ 4 സെറ്റ് അലുമിനിയം ലെഗ്സ് ക്യുക്ക് ലെവർ ലോക്ക്. ഈ 4 കണ്ടൻസ് ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. 1200 mm, 350 mm, 345 mm ഇത്രയും സെക്ഷനായിട്ട്, അതായത് ഏറ്റവും ഉയർത്തിയും മീഡിയമും ഏറ്റവും താഴ്ത്തി വയ്ക്കാൻ പറ്റും. പിന്നെ 420G, അതായത് നമ്മുടെ ഫോൺ വയ്ക്കുന്ന ആ ഒരു ഇത് എത്ര ലെങ്ത്തും ആ ഒരു സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതില് 16.8 mm, അതെന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ട്രൈപോഡ് നിങ്ങൾ വാങ്ങരുത്. അപ്പൊ ഞാനിത് വാങ്ങിച്ചത് എനിക്ക് ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്യാനും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്നൊരു ട്രൈപോഡ് വേണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനിത് വാങ്ങിച്ചതാണ്. അപ്പോൾ മൊബൈലിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ മൊബൈൽ ട്രൈപോഡ് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരും ഇത് വാങ്ങരുത്. നിങ്ങൾ ഓൺലൈനിൽ കയറി പർച്ചേസ് ചെയ്യുക, നല്ല അടിപൊളി സാധനം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു കേസ് ഉണ്ട്. ഇത് ഇവിടെ ഇരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഈ ഫോൺ വെക്കുന്ന ആ ഒരു സെക്ഷനാണ് കിട്ടുന്നത്. അതിന് ശേഷം ഇത് ഫോണിൻ്റെ ഇവിടെ വയ്ക്കാനായിട്ടുള്ള സാധനമാണ്. നമുക്കിത് നമുക്ക് പിന്നെ നോക്കാം. ഇതാണ് ട്രൈപോഡിന്റെ സ്റ്റാൻഡ്. നമുക്ക് 3 സെക്ഷനായിട്ടുള്ള ഇതുണ്ട്. ലെഗ് നോക്കാം, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഈ സാധനം. അതുപോലെ തന്നെ ഇവിടെയും 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 നല്ല ലെഗ്സ് നിങ്ങളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും ഇവിടെയും. ഇതാണ് നമ്മുടെ സോറി, ഞാനിത് ഇങ്ങനെ ഹോൾഡ് ചെയ്തില്ലായിരുന്നു. പക്ഷെ നമ്മളിത് ഇങ്ങനെ ഒന്ന് ക്ലിപ്പിടണം. ക്ലിപ്പിട്ടാലേ ഇത് സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. സോ നമ്മൾ ക്ലിപ്പ് ചെയ്തു. ഇത് നമ്മളിതിവിടെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം. ഹോൾഡ് ചെയ്ത് കൊടുക്കണം, അപ്പം ശരിയാവും. നമുക്കിത് ആണ് സ്റ്റാൻഡ്. ഇതിങ്ങനെ ഈ സ്റ്റാൻഡിൽ നമുക്ക് ഈ ഒരു ലെങ്ത് മാത്രം, അതായത് ഇത്ര ലെവലിൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ സാധനം. ഇത് നമുക്ക് ഇവിടെയും തോന്നുന്നു ഇവിടെയും ലൂസാക്കിയതിന് ശേഷം എവിടെ ഒരു ഇതുണ്ട്, അതിലാണ് ഇങ്ങനെ ഫോൺ വെക്കേണ്ട ആ ഒരു സെക്ഷൻ. അതായത് നമുക്ക് തിരിച്ചു വെക്കാം. ഞാനത് കാണിച്ചു തരാം. ഇത് ലൂസാക്കിയതിന് ശേഷം ലൂസാക്കിയതിന് ശേഷം ഇങ്ങനെ വെക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അത് ഫോൺ വെക്കേണ്ട സാധനമാണ്. നമുക്കിങ്ങനെ വെക്കണം എങ്കിൽ അങ്ങനെ വെക്കാം, എങ്ങനെയാണ് വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുകയാണ്. ഇപ്പോൾ വെച്ചതിന് ശേഷം ഇവിടെ സ്ക്രൂ ഉണ്ട്. ഈ ഒരു ബട്ടണിലെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫോൺ ഞാൻ ഫോൺ വെച്ച് കാണിച്ചു തരാം.
ഫോണ് നമുക്ക് ഫോണിത് വെച്ചിട്ട് ഇങ്ങനെ ഫോൺ വയ്ക്കാം. ഫോൺ വെച്ചതിന് ശേഷം ഫോൺ നമുക്ക് ഈ ലെവല് ഹൊറിസോണ്ടൽ ലൈനായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ നമുക്ക് എങ്ങനെ വേണോ അതിൻ്റെ കണക്ഷനൊക്കെ ഇതിനകത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. പിന്നെ നമുക്കിത് ഇങ്ങനെ വയ്ക്കാം. ഇത് സെൽഫി മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വേണമെങ്കിലും ഇതാണ്. ഇതുപോലെ തന്നെ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യാനും, അതായത് ലെങ്ത് കറക്റ്റ് ഇത് ലെങ്ത് പൊസിഷനിൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ യൂട്യൂബേഴ്സ് ആരും ഇത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. കാരണം എനിക്കിത് അത്യാവശ്യം ആയതുകൊണ്ട് മാത്രം ഞാനിത് വാങ്ങിച്ചതാണ്. ഇവിടെ കുറച്ച് നമുക്കിത് എങ്ങനെ നമുക്ക് ട്രാവൽ വ്ളോഗിന് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് ഫോണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം നമ്മൾ അകത്തോട്ടൊന്ന് കയറ്റി വെക്കണം. എല്ലാം കയറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ടൈപ്പ് ചെയ്യുക. മൂന്നിലേക്കും ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ടച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ഇറക്കി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ പിന്നെ ട്രൈപോഡിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അത് നമ്മൾ പ്രസ് ചെയ്തിട്ട് മാത്രം നമ്മൾ മുകളിലത്തെ ഈ ഒരു സാധനം ഇങ്ങനെ കിട്ടുക. വെച്ചാൽ അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മാത്രം കിട്ടുക. ഇല്ലെങ്കിൽ ആദ്യം ആ സ്പോഞ്ച് പോകും. അത് പോയിക്കഴിഞ്ഞാൽ സ്പോഞ്ച് പോയിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ചൊവ്വ വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഈ ട്രൈപോഡിൻ്റെ ഈ ഒരു ഗുണം. അപ്പോൾ എനിക്ക് ഇനി വീഡിയോ ചെയ്യാനായാലും ഈ ട്രൈപോഡ് മതി. എനിക്ക് വീഡിയോ ചെയ്യാൻ ഈ ട്രൈപോഡ് മതി ധാരാളം. അപ്പോൾ കുറച്ച് ഫോൾട്ട് ഉണ്ട് ഈ ട്രൈപോഡിന്. കാരണം ലെഗൊന്നും കറക്റ്റ് സ്റ്റാൻഡല്ല. പിന്നെ കുറച്ചെന്തോ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലതായിട്ട് തോന്നുമെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങാതിരിക്കുക. നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞാൻ പറഞ്ഞത് എന്നെ പോലത്തെ യൂട്യൂബേഴ്സിനോടല്ല, കുറച്ചുകൂടെ ഹെവി ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ട്രൈപോഡ് ഇതുവരെ വാങ്ങാത്ത യൂട്യൂബേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യൂട്യൂബേഴ്സ് അല്ല, എല്ലാവരോടും ആണ് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.